കേരളത്തിൽ അങ്ങനെ കുറേ കാലം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്ര വിജയം താമര വിരിയിച്ചു നമ്മുടെ ഗോപിയേട്ടൻ. ഞാൻ പറയുകയാണ്, ഇത് ഞാൻ എടുക്കുകയാണ്, ഇത് ഞങ്ങൾക്ക് തരണം, തൃശ്ശൂർ എനിക്ക് വേണം, ഞാനങ്ങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു പുള്ളിയുടെ ഭയങ്കര പ്രകടനമായിരുന്നു. മീൻ മാർക്കറ്റിൽ പോകുന്നു, മറ്റേ പള്ളിയിൽ പോകുന്നു, മുസ്ലിം പള്ളിയിൽ പോകുന്നു, ലൂർദ് പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു. ഇന്നലെ പുള്ളി ജയിച്ചു കഴിഞ്ഞിട്ട് വന്നപ്പോൾ കുറേ അമ്പലങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചോദിച്ചു, ഇയാളെന്താ ഈ ലൂർദ് പള്ളി പറയാത്തത്? ജയിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ട. ഞാൻ വിചാരിച്ച ഉടനെ ഇയാൾ പിന്നെ ലൂർദ് മാതാവിനോടും അങ്ങനെ 74,000 വോട്ട് 75,000 വോട്ട് ഏകദേശം അത് വ്യത്യാസത്തിൽ ജയിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ പെട്ടുപോയത്. കോൺഗ്രസ് വിജയിക്കില്ലെന്നറിയാം, കാരണം ഈ മണ്ണാപ്പി സാറിനെയാണല്ലോ അവിടെ നിർത്തിയത്. മുരളീധരൻ ഒരു ദ്രോഹിയാണ്, കുതികാൽ വെട്ടുന്നവനാണ് എന്നൊക്കെ ഉള്ള ഒരു ടോക്കുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കഥകൾ നമുക്കറിയില്ലേ. അപ്പോൾ അത് ആ സമയമേ അറിയാമായിരുന്നു. മുരളീധരൻ സ്വന്തം അച്ഛനെതിരെ പോയതാണ്, അയാളും അയാളുടെ സിസ്റ്ററും കൂടെ പ്രശ്നമാണ്, അതായത് ആ പാർട്ടിയിൽ ഇയാൾക്ക് ഉടനെ CM ആവണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഭയങ്കര അത്യാഗ്രഹിയായിട്ടുള്ള ഒരാളാണ് എന്നുള്ള ഒരു സ്റ്റാമ്പുണ്ട് പുള്ളിക്ക്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ജയിക്കത്തില്ലെന്ന് നമുക്കറിയാമായിരുന്നു. എന്നാണല്ലോ അതൊക്കെ അതുപോലെ തന്നെ സംഭവിച്ചു. പുള്ളി തോറ്റു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റത് ഭയങ്കര കഷ്ടമായിപ്പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 75,000 വോട്ട് കുറയുക എന്ന് പറയുമ്പോൾ BJPയുടെ കാര്യത്തിൽ BJP ഈ പ്രാവശ്യം മോഡിജിയെ അവിടെ കുറേ പ്രാവശ്യം കൊണ്ടുവന്ന് സുരേഷ് ഗോപി സാറിൻ്റെ മകളുടെ കല്യാണത്തിനൊന്നും ഇതൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി കുറേയൊക്കെ ആൾക്കാർ ഇതൊക്കെ കണ്ട് അങ്ങ് വോട്ട് ചെയ്യും. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു ഹിന്ദുത്വ ഒരു ചായ ഉണ്ടല്ലോ, അത് കുറേയൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ അങ്ങോട്ട് ഇപ്പോൾ മുസ്ലിമിനെ അടിക്കാൻ പറഞ്ഞാൽ ഒന്നും അടിക്കത്തില്ല, എന്നാലും ഒരു ചെറിയൊരു ചായവുണ്ട്. പിന്നെ നമ്മുടെ വയനാട്ടിൽ സുരേന്ദ്രൻ തോറ്റതാണ് 5 ലക്ഷം വോട്ട്. ഇയാളെ മറ്റേ ബലിയാടാക്കിയതാന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെയാണ് നിർത്തിയേക്കുന്നത്. ആ സമയത്ത് തന്നെ ഇയാൾ മനസ്സിലാക്കേണ്ടത്, അയ്യോ ഇത് പ്രശ്നമാണ്. മനസ്സിലാക്കിയാലും എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഉന്തിത്തള്ളി വിടുകയല്ലേ, പോ ചെല്ല് നിന്നെ കൊണ്ട് പറ്റുവാടാ എന്നൊക്കെ പറഞ്ഞ് വിടുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ. സുരേഷ് ഗോപി ഇത്രയും ചെയ്യുമ്പോൾ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ. ശശി തരൂരിനെതിരെ നിൽക്കാത്തത് ഭാഗ്യമായി. ചിലപ്പോൾ ശശി തരൂർ തോറ്റേനെ. ശശി തരൂർ 16,000 വോട്ടിനാണ് ജയിച്ചത്. അയ്യോ ഭയങ്കര മോശമായിപ്പോയി. 3 ലക്ഷം വോട്ട് മേടിച്ചു അവിടെ BJP. അതേപോലെ വയനാട്ടിൽ 1,4 ലക്ഷം വോട്ട് മേടിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് പണ്ട് നമ്മളൊക്കെ കളിയാക്കുമായിരുന്നു. ഈ 2K കിഡ്സിന് അറിയില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. 90s കിഡ്സിനൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ ഇത് ഒന്നും കിട്ടില്ലടേ, മറ്റേ നോട്ടേക്കാട്ടിലും കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടല്ലോ. അതൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല. BJP ഭയങ്കരമായിട്ട് വളർന്നു കഴിഞ്ഞു കേരളത്തിൽ എന്നാണ് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതൊരു വലിയ അടിയാണ്. രണ്ടാം പാർട്ടിയായിട്ട് BJP വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള പോലെ കോൺഗ്രസിൻ്റെ കൂടെ കൂട്ടുകൂടിയേ പറ്റുള്ളൂ. ഈ മറ്റേ SFI KSU അടി ഒന്നും പറ്റില്ല എന്നാണ് എനിക്ക് പിന്നത്തെ കാര്യം പറയാനുള്ളത്. പിന്നെ നിങ്ങളൊക്കെ കണ്ടതാണ് നമ്മുടെ അയൽ സംസ്ഥാനം തമിഴ്നാട്ടിൽ സംഭവിച്ചതാണ് ഭയങ്കരം. അയ്യോ എന്തൊക്കെയായിരുന്നു. അണ്ണാമല എന്ന് പറഞ്ഞൊരു ചീഫുണ്ട് തമിഴ്നാട് BJPയുടെ. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതോടെ DMK കാണാതെ പോകുന്നു. പക്ഷേ അയാളും കുറേ വോട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. അയാൾ 4.5 ലക്ഷം വോട്ട് മേടിച്ചു. അത് ഭയങ്കര സംഭവമാണ്. 1,4 ലക്ഷം വോട്ടിലാണ് തോറ്റത്. 1,18,000 വോട്ട്. പിന്നെ അയാൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ ADMK ആയിട്ടുള്ള ജയലളിത അമ്മയുടെ മറ്റേ പാർട്ടി ഉണ്ടല്ലോ, AIADMK, അതായിട്ടുള്ള കൂട്ടുകെട്ട് പുള്ളി വേണ്ട, ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. ഈ എൻ മക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ രാഹുൽ ഗാന്ധി നടന്നല്ലോ ഭാരത് ജോഡോ യാത്ര, അത് കണ്ടപ്പോൾ പുള്ളി കോപ്പി അടിച്ചു. എൻ മക്കൾ എന്ന് വെച്ചാൽ എൻ്റെ മണ്ണ് എൻ്റെ പ്രജകൾ എന്നും പറഞ്ഞിട്ട് പുള്ളി അങ്ങ് നടക്കാൻ തുടങ്ങി അക്രോസ് തമിഴ്നാട്. പക്ഷേ കാര്യമായിട്ടൊന്നും നടന്നില്ല. രാഹുൽ ഗാന്ധി നടന്ന പോലെ ഒന്നും നടന്നില്ല. പുള്ളി ഇങ്ങനെ ദിവസം 2 കിലോമീറ്ററൊക്കെ നടക്കും, പിന്നെ മറ്റേ വാനിൽ പോവും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ തമിഴ്നാട്ടിലുള്ളവർക്ക് അറിയാം. എന്താണേലും ഇതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ പോയി ഇപ്പോൾ ഇയാളെ പുറത്താക്കുമെന്നാണ് കേൾക്കുന്നത്. BJP ഇയാളെ മിക്കവാറും പുറത്താക്കുമെന്നാണ് കേൾക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല BJP പുറത്താക്കുന്നത്. കാരണം 4 ലക്ഷം വോട്ട് മേടിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം. 1 ലക്ഷം വോട്ടിലല്ലേ തോറ്റത്. അതൊന്നും ഒരു കാര്യമല്ല. അത് അടുത്ത ഇലക്ഷനിൽ നോക്കാമല്ലോ. അപ്പോൾ ഈ ഇലക്ഷനിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ഇപ്പോൾ BJP പറയാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഇലക്ഷൻ മെഷീനെ EVMനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, ഇനി എന്താ കുറ്റമൊന്നും പറയാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറേ കളിയാക്കുന്നുണ്ട്. അത് ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പക്ഷേ ഡേഞ്ചറാണ് മോഡി സാബിന് മറ്റേ ഇംഗ്ലീഷിൽ പറയും മൈ വേ ഓർ ഹൈവേ. അതാണ് മോഡിജിയും അമിത് ഷായുടെയും ഒരു ലൈൻ. എൻ്റെ വഴി അല്ലെങ്കിൽ പെരുവഴി എന്ന് പറയുന്ന പോലെ. ഞാൻ പറയുന്ന കേൾക്ക്, അല്ലെങ്കിൽ പോടാ പുറത്ത്. അങ്ങനെ ഇനി നടക്കാൻ പറ്റില്ല. ഈ അടുത്തുള്ള 5 കൊല്ലം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറയരുത് എന്ന് പറയും മറ്റേ ചന്ദ്രബാബു നായിഡുവും പിന്നെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും 2 പേരെയും പുള്ളി ദ്രോഹിച്ചതാണ് മോഡിജി. പിന്നെ 2 പേർക്കും പുള്ളി ഹെൽപ്പ് ചെയ്തതാണ്. അങ്ങനെ അവരെ കൂടെ ചേർത്തു. പിന്നെ അമിത് ഷായുടെ 400 പാർ അബ്കി ബാർ 400 പാർ, അതൊക്കെ നമ്മൾ കേട്ടതാണ്. അത്
ഒന്നും നടന്നില്ല. ഈ അബ്കി ബാർ 400 പാറയുടെ കൂടെ ഒരു കളി കളിച്ചു. കളി കളിച്ചു എന്ന് പറയുന്നില്ല, കളി നടന്നു. എന്താണെന്ന് വെച്ചാൽ പുള്ളി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു ഹോം മിനിസ്റ്ററാണേ പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. ഇപ്പോൾ പുള്ളി മോഡിജി 400 സീറ്റുകൾക്ക് മേളിൽ ജയിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറും എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ബൈയിങ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ ഡിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ആയിരുന്നു ട്രാജഡി. ഇന്നലെ 20% താഴെ പോയ സ്റ്റോക്കുകളുണ്ട്. മെയിനായിട്ട് അദാനി പോർട്ടും പിന്നെ ONGCയും BPCLും ഒക്കെ 20% താഴെ പോയത്. 17%, 15% താഴെ പോയത്. അപ്പോൾ അത് ഈ സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാവില്ല എന്ന് കാണുമ്പോൾ ആൾക്കാർ ഒരു പേടിയായിട്ട് സ്റ്റോക്കിൽ നിന്ന് കാശ് വിഡ്രോ ചെയ്യുന്നതാണ്. മെയിനായിട്ട് ഗവൺമെൻറ്റിന് സപ്പോർട്ടുള്ള കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനീസിലുള്ള സ്റ്റോക്കിൻ്റെ അവരിട്ട പൈസ അവർ വിഡ്രോ ചെയ്ത് അവർ ഗോൾഡിലോ സിൽവറിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഒരു ട്രെൻഡ്. അങ്ങനെ സംഭവിച്ചു. ഭയങ്കര ഒരു ലോസ് ആയിരുന്നു ഇന്നലെ. ഹിസ്റ്ററി ആയിരുന്നു. 5%, 7%, 4000 പോയിൻ്റൊക്കെയാണ് മറ്റേ BSE വീണത്. അതൊക്കെ ഒരു വഴിക്ക് നടന്നു. എന്താണെങ്കിലും കേരളത്തിലും മറ്റേ തമിഴ്നാട്ടിലൊക്കെ വോട്ട് ഷെയർ BJPക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഈ ഇലക്ഷൻ മെഷീൻ ഫേക്കല്ല എന്ന് തെളിയിച്ചും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ മെഷീനെ കുറ്റം പറയാൻ പറ്റില്ല. കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് ഇടിക്കാൻ നോക്കും. പോടാ പന്നികളെ എന്ന് പറയാം അവർ. അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു സംഭവം ഇറക്കിയത് എന്നും അറിയില്ല. പക്ഷേ ഇത് അങ്ങനെ സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നില്ല. നമ്മുടെ ബിഗ് ബോസിൻ്റെ കാര്യമൊക്കെ പറയുന്ന പോലെ ഇത് സ്ക്രിപ്റ്റഡ് ആണ്. ഇത് അങ്ങനെ സ്ക്രിപ്റ്റഡ് അല്ല. എന്നാലും എന്താണേലും ആര് പ്രൈം മിനിസ്റ്റർ ആയാലും നമ്മൾ അരി ഉണ്ടാക്കിയാലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് ചോറുള്ളൂ. ഓക്കെ ഗൈസ്, താങ്ക് യു. ഒരു ചെറിയൊരു വീഡിയോ പൊളിറ്റിക്സിനെ കുറിച്ച്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.